സ്വർണ്ണക്കടത്തുകാരുടെ വാക്കും വിശ്വസിച്ച് ഉരുപ്പടിയും ഒളിപ്പിച്ച് വിമാനമിറങ്ങുന്നവർ സൂക്ഷിക്കുക. ഇന്ത്യയിൽ നിയമം മാറി. വിമാനത്താവളത്തിന് പുറത്തുവെച്ച് പോലീസ് ഈ സ്വർണ്ണക്കടത്ത് പിടിച്ചാൽ അകത്ത് കിടക്കേണ്ടി വരും. നേരത്തെ സ്വർണം കടത്തി വരുന്നവരെ വിമാനത്താവളത്തിന് പുറത്തുവെച്ച് പോലീസ് പിടിച്ചാൽ കാര്യമായി ഒന്നും സംഭവിക്കുമായിരുന്നില്ല. CRPC 102 പ്രകാരം പിടിച്ചെടുത്ത സ്വർണം പോലീസ് കോടതിയിൽ സമർപ്പിക്കും. കള്ളക്കടത്ത് നടത്തിയവർക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിക്കും. സുഖം. ഇതിൽ കൂടുതൽ ഒന്നും സംഭവിച്ചിരുന്നില്ല. കള്ളക്കടത്തുകാർ ഇതുവരെ പ്രവാസികളിൽ ചിലരെയെങ്കിലും സ്വർണം കടത്താൻ പ്രേരിപ്പിക്കുന്നത് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. പിടിച്ചാലും കുഴപ്പമില്ല, നിയമ നടപടിയൊന്നും ഉണ്ടാകില്ല, ഊരിപ്പോരാമെന്ന്. ഇനി അങ്ങനെ നടക്കില്ല. കഥ മാറി. ജൂലൈ 2 പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതിന്റെ പിറ്റേ ദിവസം 965 ഗ്രാം സ്വർണവുമായി ഗൾഫിൽ നിന്ന് കരിപ്പൂരിൽ വിമാനമിറങ്ങിയ വാടാനപ്പള്ളി സ്വദേശി മുഹമ്മദ് റഷീദ് പോലീസിന്റെ പിടിയിലായി. 62 വയസ്സുള്ള കാരിയർ. കരിപ്പൂർ പോലീസ് BNS 111(1), 111(7) വകുപ്പുകളിട്ട് FIR രജിസ്റ്റർ ചെയ്തു. പ്രതിക്ക് ജാമ്യമില്ല. കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. പുതിയ നിയമപ്രകാരം സ്വർണ്ണക്കടത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനത്തെ ആദ്യ കേസ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം സ്വർണ്ണക്കടത്ത് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ പരിധിയിലാണ് ഇനി വരുന്നത്. ജീവപര്യന്തം വരെ കഠിന തടവും 5 ലക്ഷം രൂപ വരെ പിഴശിക്ഷയും കിട്ടാവുന്ന കുറ്റമായി മാറി. കൊള്ളയടി, കൊട്ടേഷൻ കൊലപാതകം, മയക്കുമരുന്ന് കടത്ത്, ഈ ഗൗരവത്തിലേക്ക് സ്വർണ്ണക്കടത്തും മാറുകയാണ്. മാത്രമല്ല, സ്വർണ്ണക്കടത്ത് പിടിച്ചാൽ സ്വർണം കൈമാറിയവരിലേക്ക് അന്വേഷണം നടത്താനുള്ള അധികാരവും പോലീസിന് നൽകുന്നുണ്ട് പുതിയ നിയമം. സ്വർണ്ണക്കടത്ത് കേസുകളിൽ FIR പോലുമില്ലാത്ത പഴയ കാലമൊക്കെ പോയി. ഇനി പിടിച്ചാൽ ജീവപര്യന്തം വരെ അകത്ത് കിടക്കാം. പാസ്പോർട്ട് പിടിച്ചെടുത്തേക്കാം. അതുകൊണ്ട് വല്ലവനുമൊക്കെ പറയുന്ന കേട്ട് സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ചു വരുന്നവർ സൂക്ഷിക്കുക. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.